ഇപ്പൊ കണ്ടില്ലേ ത്രികോണ അവിടെ തള്ളയെ പോലെ ഇരിപ്പുണ്ടായി, വെളുത്ത് തൊടുത്ത് ചുന്ദരായി. അയ്യോ അമ്മ, ഇവിടെ അത്രയും ചോറായി, ഞാൻ വാരിത്തരാം. അമ്മേരെ മക്കള് തുടങ്ങി മദ്യസേവ. ഇതാ അമ്മ, ഈ ഒരു പിടി കൂടെ കഴിയും. നമ്മളൊക്കെ ജീവിതം ഇത്രയും തൊലഞ്ഞാര് കാരണം പറയോ, ആ തള്ള കാരണമാണ്. ആ തള്ള ഒരു ഫ്രീഡം തരില്ലടാ തള്ള. എന്നെ കെട്ടിയിട്ടാണ് തള്ള വളർത്തിയത്, ഒരിടത്ത് തന്നെ വിടൂല. എന്റെ കൂട്ടുകാരന്മാരൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിൻ്റെ അകത്തിരിക്കും എപ്പോഴും. എന്നെയും നിന്നെയും വേണ്ടടാ തള്ളക്ക്, അവനെ മതി. തള്ളയെ പോലെ ഇരിപ്പുണ്ടായി, വെളുത്ത് തൊടുത്ത് ചുന്ദരായി. ഞാനും ഇവനും അപ്പനെ പോലെ തള്ളക്ക്. ഓട്ടമ്മ, അവരിങ്ങനെ തന്നെ അറിയാല്ല. ചേട്ടാ അമ്മയല്ലേ, അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ക്ഷമിക്കേണ്ട നമ്മളല്ലേ. അറിയാതെ അമ്മ, അവര് പറയണ ഒന്നും കാര്യാക്കണ്ട. പുല്ല് തീർന്നിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ. ഇപ്പൊ ശരിയായി. എന്റെ ജീവൻ തുളിച്ച ആ തള്ളയാണ്, തേച്ച് പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ല. അമ്മ കരയല്ലമ്മ, അമ്മയ്ക്ക് അറിയാല്ല അവരെ സ്വഭാവം. അമ്മ അവന്മാരെ നോക്കണ്ട, ഞാൻ ഇല്ലേ അമ്മയ്ക്ക്. സുഭദ്ര ടീച്ചർക്ക് 3 ആൺമക്കള്, 3 കൂടി അമ്മ തൊലച്ചതാ. അങ്ങോട്ടും വിടൂല്ല ഇങ്ങോട്ടും വിടൂല്ല, പിടിച്ച് അടയിരുത്തി നശിപ്പിച്ചു. ഇപ്പൊ കണ്ടില്ലേ ത്രികോണ എന്നിരിക്കുന്ന അവിടെ. ആരി കൊടുക്കണമെങ്കിൽ വേലക്കാരി വേണം. ആയ കാലത്ത് എന്നെ ഇവിടെ ഓടിച്ചിട്ടടിക്കുമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ. അതെനിക്കിഷ്ടായി. ചേട്ടന്മാരെ, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കണേന് എനിക്കൊരു കുഴപ്പമില്ല. ഇത് നിങ്ങളെ വീട്, ഞാൻ വെറും വേലക്കാരി. നിങ്ങൾ ഇവിടെ നിന്ന് കുടിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ വയ്യാതിരിക്കുന്ന അമ്മയാണ് കേൾക്കുന്നത്. നിങ്ങളെ ജീവിതം തൊലച്ചത് അവരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരാൾ നശിക്കണമെന്നുണ്ടെങ്കിലേ അത് അവരവരാണ് തീരുമാനിക്കുന്നത്. എല്ലാ അമ്മമാരും മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് വളർത്തുന്നത്. പേടി കൊണ്ടാണ് അവർ മക്കളെ ഇങ്ങനെ പൊത്തി വളർത്തുന്നത്. സ്വന്തം കാലിൽ നിൽക്കാറായപ്പം മുഴി കുടിയന്മാരുടെ കണക്ക് വന്നിരിക്കണേ. നിങ്ങളെ ജീവിതം തൊലച്ചതേ നിങ്ങൾ തന്നെയാ. നിങ്ങൾക്ക് ആ പാവത്തിനെ നോക്കാൻ വയ്യെങ്കിലേ ഞാൻ നോക്കിക്കോളാം, എൻ്റെ അമ്മയെ പോലെ. ഉപദ്രവിക്കാതിരുന്നാൽ മതി.